പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് വായനയുടെ ലോകത്തേക്ക് ആളുകൾക്ക് കടന്നു വരാൻ വലിയ മടിയുള്ള കാലമാണ്. പുതിയ വായനക്കാർക്കും കുട്ടികൾക്കും വായനയുടെ ലോകത്തേക്ക് തുടങ്ങി വെക്കുവാനുള്ള ഒരു എളുപ്പ വഴിയാണ് രസകരമായ ചെറിയ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുന്നത്. വായിച്ചു തീർത്ത പുസ്തകത്തിന്റെ സംതൃപ്തിയാണ് അവർക്ക് തീർച്ചയായും അടുത്ത ഒരു പുസ്തകത്തിലേക്ക് പോകാനുള്ള ഊർജം നൽകുന്നത്. അത്തരം ഒരു പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. സർവജിത്തും കള്ളക്കടത്തും എന്നുള്ള ഈ ചെറിയ പുസ്തകം മാലി എന്ന എഴുത്തുകാരനാണ് എഴുതിയിരിക്കുന്നത്. മാലി എന്നത് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വി മാധവൻ നായർ എന്ന എഴുത്തുകാരൻ്റെയാണ് ഈ പുസ്തകം. അദ്ദേഹത്തിന്റെ ഒട്ടനവധി പുസ്തകങ്ങൾ കുട്ടികൾക്കായിട്ട് ലഭിച്ചിട്ടുണ്ട്. ബാലസാഹിത്യം എന്നതിനേക്കാൾ ഉപരി ഒരു കാലത്ത് ഞങ്ങളൊക്കെ കൗമാരക്കാരായിരുന്ന കാലയളവിൽ വായിച്ചിട്ടുള്ള കുറ്റാന്വേഷണ കഥകൾക്ക് മറ്റൊരു രസകരമായ രീതി പിന്തുടരുകയാണ് മാലി ഇതിനകത്ത്. സർവജിത്ത് എന്ന് പറയുന്ന ബോംബെയിൽ നിന്നും വരുന്ന ഒരു വ്യക്തി ഗാന്ധി ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തുകയും അദ്ദേഹം ഇവിടുള്ള ഒരു കള്ളക്കടത്ത് സംഘവുമായി ഏറ്റുമുട്ടലുകൾ നടത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നന്മ തിന്മകൾ തമ്മിലുള്ള വലിയ ഒരു പോരാട്ടം സർവജിത്ത് നടത്തുകയാണ്. അപ്പോൾ തിന്മയെ പരാജയപ്പെടുത്തുന്ന സർവജിത്തിന്റെ ബുദ്ധിയും കൗശലവും ശക്തിയും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു ചെറിയ പുസ്തകമാണ്. ഈ പുസ്തകം വായിച്ചു തീരുന്നത് വരെ വളരെ ത്രില്ലടിച്ചിരുന്ന് കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. കാരണം വെടിവെപ്പുണ്ട്, കാർ ചേസ് ഉണ്ട്, കുറ്റവാളികളെ കീഴടക്കുന്ന രീതികളുണ്ട്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. വളരെ രസകരമായി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒടുവിൽ ഒരു വലിയ സന്ദേശവും കൂടിയുണ്ട്. കള്ളക്കടത്തുകാരും മയക്കുമരുന്നുകാരും ഒക്കെ ഈ രാജ്യത്തിന് വിപത്താണെന്നും അവർക്കെതിരെ പൊരുതാനുള്ള ശക്തിയാണ് നമുക്ക് വേണ്ടതെന്നും അതിൽ പറയുന്നുണ്ട്. തീർച്ചയായും സർവജിത്ത് എന്നുള്ളത് ഓരോരുത്തരുടെയും മനസ്സിലെ നന്മയുടെ മുഖമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാലി ആ രീതിയിലാണ് സർവജിത്തിനെ വെറുതെ സൃഷ്ടിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഈ പുസ്തകം വായിച്ചു തന്നെയാകട്ടെ ഈ വായനാ മാസത്തിൽ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഈ പുസ്തകം ഞാൻ നിങ്ങൾക്ക് വീണ്ടും പരിചയപ്പെടുത്തുകയാണ്. സർവജിത്തും കള്ളക്കടത്തും എന്ന മാലിയുടെ പുസ്തകമാണ്. ഇത് തീർച്ചയായും വായിക്കണം എന്ന് നിങ്ങളോട് എല്ലാവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.